ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ബിജെപിക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈൻ ഉയർത്തിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബിജെപി നേരിടുമ്പോൾ ജനങ്ങളിൽ അത് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. കൊണ്ട് തുറക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചില്ലേ, ഇനി ഇവരുടെ ഭരണവും കൂടെ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ ജനങ്ങൾക്ക്. അപ്പോൾ അവരും കൂടെ ബിജെപി വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. വന്നെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവരുടെ ഭരണം എങ്ങനെയാണെന്ന്. നമുക്കിതുപോലുള്ളൊരു മുഖ്യമന്ത്രിയെ നമുക്ക് ആവശ്യമില്ല. ആവശ്യം നമുക്ക് ജനങ്ങളെ സേവിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം. ചുമ്മാ കാശ് ചെലവാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ആവശ്യമില്ല. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പൈസ തൂർത്തടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇപ്പം നവകേരള, വനിതാ മതില്, ഇനിയിപ്പോൾ ഒരു മനുഷ്യ ചങ്ങല, ഇങ്ങനെയൊക്കെ പൈസ ചെലവാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ആവശ്യമില്ല. നല്ല ഒരു പ്രധാനമന്ത്രി ഇതുപോലെ ഇന്ത്യക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല നല്ല ഉയർച്ചകൾ. ഇപ്പം തന്നെ ബോംബെ എന്നുള്ള ആ പാലം, ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല. എന്തെല്ലാം നല്ല കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഞങ്ങളുടെ എല്ലാം മനസ്സിൽ നല്ലൊരു മാറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ഇവിടെ കേരളത്തിൽ 20 സീറ്റ് പിണറായിക്ക് കുറയും, 20 സീറ്റ് കേരളത്തിൽ കുറയും. എന്നാൽ ഈ മുഖ്യമന്ത്രി വീണ്ടും പിണറായിയുടെ ഗവൺമെൻറ് തന്നെ വരികയും ചെയ്യും. പിണറായി വരണമെന്ന് ഞാൻ താല്പര്യക്കാരനല്ല, അവരുടെ ഗവൺമെൻറ് തന്നെ വരും. എന്നാൽ കേന്ദ്രത്തിൽ BJPക്ക് തന്നെ ഭരിക്കും, അത് ഉറപ്പാണ്. അയാൾക്ക് തന്നെയാണ് ഇലക്ഷൻ നേരിട്ട് അയാൾ ജയിച്ചിരിക്കും. 5 കൊല്ലം കൂടി അയാൾ ഭരിക്കും. 5 കൊല്ലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളം ഭരിക്കും. അത് കഴിഞ്ഞ് കേരളവും കേന്ദ്രവും ഒരു രാഷ്ട്രീയക്കാരും കയറില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കയറും. ഇത് വെറുതെ പറഞ്ഞ വാക്കല്ല. കേരളത്തിൽ ഇപ്പോൾ BJPക്ക് 4 സീറ്റ് കിട്ടും. ഇപ്പോൾ ഇലക്ഷനിൽ 4 സീറ്റ് കിട്ടും. അത് അങ്ങനെയാണ് എൻ്റെ കണക്ക് തന്നെ. ആ കണക്കിൽ കൂടെ ഞാൻ കറക്റ്റ് ചെയ്ത് പറയും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പതിയെ പതിയെ ആൾക്കാർക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഇപ്പോഴത്തെ ഭരണം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കാണുന്നതല്ല, ഡെയിലി പത്രത്തിൽ കാണുന്നതല്ല. പുള്ളി എന്താണ് കാണിച്ചുകൊണ്ട് പോകണേ? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളി ചെയ്യണ്ട. ഇതല്ല, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോദി സർക്കാരിന് സാധിക്കും. ഇപ്പോഴത്തെ കണ്ടില്ല, റോഡ് വന്നു, വന്ദേ ഭാരത് വന്നു, അവിടെ നമ്മുടെ തുറമുഖം വരണ്ടല്ലോ, അവിടെ വിഴിഞ്ഞത്ത്. അതെല്ലാം വികസനത്തിൻ്റെ ഭാഗമല്ലേ? കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമല്ലേ? എന്തുമാത്രം രോഗികളായാലും വീടില്ലാത്തവരായാലും വെള്ളത്തിലെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇവർ ഈ കിട്ടുന്ന പൈസയെല്ലാം ഈ മന്ത്രിമാരെല്ലാം ആഡംബരം കാണിച്ച് അവർ കാണിക്കുക. ഇപ്പം തന്നെ ഈ ബസ് മേടിച്ചു, അങ്ങനെ എന്തെല്ലാം ഇവർ കാണിക്കുന്നത്. ഈ പാവപ്പെട്ടവരെ രോഗികളോ അല്ലെ എന്തെങ്കിലും ആരെങ്കിലും 10 രൂപ ഈ മന്ത്രിമാർ സഹായിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ ഈ നാടിനെയും നാട്ടുകാരെയും സംരക്ഷിക്കുന്ന നല്ലൊരു മന്ത്രി മോദി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ മോദി വരണേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ മോദിനെ ഞങ്ങൾ കാണാൻ വന്നതാണ്. അങ്ങനെയൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്തൊരു പ്രയോജനം? ഞങ്ങൾ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതല്ല, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇന്ന് വരെ ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ കുട്ടനാട്ടിൽ താമസിക്കുന്നവരായാലും നമ്മൾ മലപ്പുറത്ത് ഈ കയറി താമസിക്കുന്നവരായാലും ആർക്കും ഈ മന്ത്രിയെ കൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല. എന്തെല്ലാം നാശനഷ്ടങ്ങളും ദ്രോഹങ്ങളും ഈ മന്ത്രി ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇതിലൊരു പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ടോ അവർ? അങ്ങനെ ഞങ്ങൾക്ക് അപ്പം മോദി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മോദി വന്നാൽ ഞങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ ഒത്തിരി സാധിച്ചു തന്നില്ലെങ്കിലും ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അല്ല ഞങ്ങളല്ലെങ്കിൽ അത് വികസന പ്രവർത്തനം ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ എന്നല്ല, പാവപ്പെട്ടവരുടെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം അവർ സാധിച്ചു തരും ഞങ്ങൾക്ക് തന്നെ. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ഇതെല്ലാം കൈ പണം ഇരുന്നിട്ടാണ് എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്നത്. എത്രയോ മന്ത്രിമാരായാലും പൈസ ഉള്ളവരായാലും ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇപ്പം സഹായിക്കുന്നില്ല. അപ്പം ഈ പാർട്ടിക്കാർ സഹായിക്കുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ ഇവർ ഇത്രയും ചെയ്യുന്നുണ്ടോ? അപ്പം ഞങ്ങൾക്ക് BJP വരണമെന്നും മോദി വരണമെന്നും സുരേഷ് ഗോപി ജയിക്കണമെന്നും എല്ലാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും തുടങ്ങും. അതായത് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും, വൻപിച്ച ഭൂരിപക്ഷം ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതിനുള്ള പരിശ്രമങ്ങൾ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ സുരേഷ് ഗോപി ആയിരിക്കും. പറ്റാതെ വരാനുള്ള കാര്യം എന്താ? ഇവിടെ ഇപ്പോൾ സാമാന്യം നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനോട് പുറത്ത് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പുറത്ത് പറഞ്ഞു പോയെങ്കിൽ അവരുടെ കഴുത്തിൻ്റെ മുകളിൽ തല കാണുന്നില്ല പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ. അതുകൊണ്ട് പേടിച്ചായി ഒരുത്തരും മിണ്ടാതിരിക്കുന്നത്. കാരണം അത്ര വലിയ രാജവാഴ്ചയാണ് ഇവിടെ. അതുകൊണ്ട് ജനങ്ങളെല്ലാം മനന്നൊന്ന് നിൽക്കുക. അതുകൊണ്ട് അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഇത്തവണ പിടിക്കും.